ഫോർത്ത് റാങ്ക് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. എൻ്റെ മാർക്ക് 48.67 ആയതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു ഞാൻ. ആ ഒരു ഫാക്ടർ തന്നെയാണ് ഇപ്പോൾ എന്നെ ഈ ഒരു 4ാം റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ എത്തിയത് തന്നെ അവിടുന്ന് എനിക്ക് അത് പോരാ, കൂടുതലായിട്ട് പഠിച്ച് മുന്നേറണം എന്നൊരു വാശി, പിന്നെ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സാഹചര്യങ്ങളും അതിനെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് അനുഷ. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയാണ് എൻ്റെ വീട്. ഈ കഴിഞ്ഞ LPST കോഴിക്കോട് ജില്ലയിൽ 4th റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 4th റാങ്ക് കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. നമ്മളെ റാങ്ക് ലിസ്റ്റ് വന്നത് ഞാൻ കല്ലായി ഗവൺമെൻറ് UP സ്കൂളിൽ ഡെയിലി വേജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ്. ആ സമയത്ത് ആ വണ്ടിയിൽ പോകുന്ന സമയത്ത് തന്നെ റിസൾട്ട് വന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിർത്തിയത് ഞാനൊന്ന് ചെക്ക് ചെയ്ത സമയത്ത് 4th കണ്ടപ്പോൾ ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. അത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ തന്നെയായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ എത്തിയ ശേഷം എൻ്റെ ഒരു സുഹൃത്തിന് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, നീ തന്നെയാണ്, നിൻ്റെത് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ട് ഞാനത് വിശ്വസിച്ചത്. LPSTയിലെ എൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ് ഈ വർഷം ഞാൻ എഴുതിയത്. മുന്നത്തെ 516 2019 കാറ്റഗറി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയതിൽ ഞാൻ മലപ്പുറം ജില്ലയായിരുന്നു സെലക്ട് ചെയ്തത്. അവിടെ കട്ട് ഓഫ് 50 കട്ട് ഓഫ് വന്നത്. എൻ്റെ മാർക്ക് 48.67 ആയതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു ഞാൻ. ആ ഒരു ഫാക്ടർ തന്നെയാണ് ഇപ്പോൾ എന്നെ ഈ ഒരു 4ാം റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ എത്തിയത് തന്നെ അവിടുന്ന് എനിക്ക് അത് പോരാ, കൂടുതലായിട്ട് പഠിച്ച് മുന്നേറണം എന്നൊരു വാശി, പിന്നെ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സാഹചര്യങ്ങളും അതിനെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ജോലിയുടെ ആവശ്യകത, അത് നേടിയേ പറ്റൂ എന്നൊരു ആത്മവിശ്വാസം നൽകാൻ അതെന്നെ സഹായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് LPSA അറ്റംപ്റ്റിനും ഞാൻ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ എയ്സിനെ പറ്റി അറിഞ്ഞതും അവിടെ അഡ്മിഷൻ എടുത്തതും. പക്ഷേ നിർഭാഗ്യവശാൽ കൊറോണ വരികയും എനിക്ക് ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അവിടെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ആ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുകയും അതിലെനിക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്തു. ആ ഒരു രീതിയിലാണ് ഞാൻ എയ്സ് വീണ്ടും സെലക്ട് ചെയ്തത്. എൻ്റെ പഠനം ആ രീതിയിൽ അവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കാരണം മുന്നത്തെ അറ്റംപ്റ്റിൽ വളരെ കുറഞ്ഞ മാർക്കിനാണ് എനിക്കത് നഷ്ടപ്പെടുത്തിയത്. ആ ഒരു ഇത് പോരാ, എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം അതിൽ നിന്ന് കിട്ടി. അടുത്തത് എനിക്ക് എന്തായാലും നേടാൻ പറ്റും. അതിന് എയ്സ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ് എയ്സിലെ റീഡിംഗ് ഫെസിലിറ്റി. എൻ്റെ പഠനത്തിന് ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണത്. എന്നും രാവിലെ ഒരു കൃത്യസമയത്ത് ഒരു 10 മണിക്ക് അവിടെ പോയി ഇരുന്നിട്ട് 6 മണി വരെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് അവിടുത്തെ ബുക്കുകൾ ഉപയോഗപ്പെടുത്തി മാക്സിമം നമുക്ക് റിമൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയെടുത്ത് തന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രാജീവ് സാറ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങളെ തളരരുത്, നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ പുറകെ മോട്ടിവേഷനായിട്ട് വരുന്ന രാജീവ് സാറ്, അതുപോലെ ഞങ്ങളുടെ എക്സാം ഡിസ്കഷന് വരുന്ന നാസിം സാറ് പറയുന്ന ഓരോ വാക്കുകളും അത് സാറ് കറക്റ്റായ രീതിയിൽ പറഞ്ഞു തരും. നമ്മളൊരു ഡൗട്ട് ചോദിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അത് കറക്റ്റ് സാറിന് അപ്പോൾ അറിയില്ലെങ്കിൽ അത് കണ്ടെത്തി അന്നേ ദിവസം തന്നെ നമ്മളെ അറിയിക്കാൻ സാറെടുത്ത എഫേർട്ടിനൊക്കെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. എൻ്റെ പഠിത്തത്തിന് അതൊരു വഴികാട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് നമ്മളെ ഒരു OMR എക്സാം ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ OMR എക്സാം കറക്റ്റ് ടൈമിങ്ങിന് ആ എക്സാം എല്ലാ ആഴ്ചയും എക്സാം ഉണ്ടാവാറുണ്ട്. എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്യാറുമുണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്ത് ഞങ്ങളോടൊരു എക്സാം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. ആ നോട്ട് പ്രിപ്പറേഷനും എന്നെ ഒരുപാട് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നമുക്ക് തെറ്റിയ ഓരോ ഫാക്ടറും പിന്നീട് അത് തെറ്റാതിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പം നമ്മളെ മനസ്സിലേക്ക് അറിയാതെ ആ തെറ്റിയ കാര്യങ്ങൾ ഓടിയെത്താറുണ്ട്. അതൊരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ പഠന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ഞങ്ങളൊരു 5 കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് അത് ഒരു കൃത്യസമയത്ത് തന്നെ ഇരുന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആക്കേണ്ട പോർഷൻസ് ആ ഒരു ദിവസം തന്നെ മാക്സിമം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിലെത്തിയ ശേഷമാണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഞാൻ റിവൈസ് ചെയ്യുമായിരുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു രീതിയിൽ എന്നെ എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് എൻ്റെ അമ്മ
എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ചെറിയൊരു മോൾ എനിക്കുണ്ടായിരുന്നു. അവളെ നോക്കുന്ന കാര്യങ്ങൾ, അവളെ അംഗനവാടിയിലേക്ക് വിടുന്നത്, അവളെ കൂട്ടുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയും അച്ഛനും പിന്നെ അനിയത്തിയായാലും അനിയത്തിയുടെ ഫാമിലി ആയാലും എന്നെ ഒരുപാട് ആ രീതിയിലൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ അവരെല്ലാവരും എന്നെ വളരെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം ഞങ്ങൾക്ക് ജോലി കിട്ടിയതിൽ. പിന്നെ പഠിക്കാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടീന്, നല്ല ശ്രമിക്കലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെയധികം കഷ്ടപ്പെട്ടാണ് പഠിക്കാൻ വേണ്ടി. ചെറുപ്പം മുതൽക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കൂടി തന്നെ അംഗനവാടിയിലായാലും 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്സൊക്കെ ആ സ്കൂളിന് ഒരു അഭിമാനം വായിച്ച് തന്നെയാണ് അന്ന് ഒരു പെരുമാറിപ്പോകുന്നത്. പിന്നെ UP സ്കൂള്, ഹൈസ്കൂള്, പിന്നെ പ്ലസ് 2, ഡിഗ്രി, പിന്നെ BEd, TTC എല്ലാ മേഖലയിലും ചെയ്യുന്ന രീതിയിൽ ഒരു ഉന്നത വിജയം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുപരി ഒരു റെക്കോർഡ് കൂടി പാസ്സായതിൽ വളരെയധികം സന്തോഷം, അഭിമാനം തോന്നുന്നു ഞങ്ങളും കുടുംബത്തിനും. രാത്രി 2 മണിക്ക് 3 മണിക്കോ ചിലപ്പോൾ 10 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ പുലർച്ചെ 5 മണിക്ക് ശേഷമോ ആണ് പഠിക്കുക അധികം. ഞങ്ങൾ കിടക്കാൻ പറഞ്ഞ പോലെ കിടക്കില്ല, പഠിത്തത്തിലാണ് മുഴുകിയിരിക്കലാണ്. പിന്നെ ഒരു ലക്ഷത്തിന് പഠിക്കാനായി കഴിഞ്ഞാൽ ഒരു പഠിച്ചോളൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു പഠിക്കും, ഒരു കിടക്കും, ഒരു എണീക്കും, പോകും, വരും. അത്ര വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വിജയം കൈവരിക്കാനുണ്ടായ കാരണം. അടുത്ത LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അഥവാ ഇനി പഠനം തുടങ്ങുന്നവർക്ക് വേണ്ടി അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തവരാരും ഉണ്ടാവില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നാം. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. എനിക്കത് കിട്ടും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സമയം മാക്സിമം പഠനത്തിനായിട്ട് മാറ്റിവെക്കുകയും അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യുക. അത്രമാത്രം മതി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വിജയം നമ്മെ തേടിയെത്തും. അതൊരു 100% ഉറപ്പാണ്. അതിനുള്ളൊരു തെളിവാണ് എൻ്റെ ജീവിതം. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ തരണം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ 2 മക്കളെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതുപോലെ എല്ലാവർക്കും അത് പറ്റും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി LP-UP എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.